അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. പിന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? നല്ല നിയ്യത്തോടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസം. ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലാതെ പോകരുതേ. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അള്ളാഹു സ്വീകരിക്കട്ടെ. മുത്തായ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി അള്ളാഹു സദസ്സിനെ മാറ്റി തീർക്കട്ടെ. സുന്നത്തായ കുളി കുളിക്കണം, അതുപോലെ സൂറത്തുൽ കഹ്ഫ് ഓതാത്തവർ ഓതി തീർക്കണം, നഖം വെട്ടാത്തവർ നഖം വെട്ടണം, സുന്നത്തുകൾ കൊണ്ട് മനോഹരമാക്കണം. അക്കൂട്ടത്തിലെ അത്ഭുതം നിറഞ്ഞൊരു ഇസ്മും കൂടെ ഒന്ന് ചൊല്ലാവോ? വല്ലാത്ത അത്ഭുതം നിറഞ്ഞ അസ്മാ ഉൽ ഹുസ്നയിലെ രഹസ്യമാണ്. അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമങ്ങളല്ലേ? ശരിക്കും നമ്മൾ അസ്മാ ഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ ഒരു വല്ലാത്ത പ്രണയത്തോടു കൂടെ ചൊല്ലണം അല്ലേ? നമ്മൾ ഈ പ്രേമിക്കുന്ന സമയത്ത് കാമുകിയെ യഥാർത്ഥ പേരിട്ട് വിളിക്കുമോ? ഭാര്യയോടും ഭർത്താവിനോടും പരസ്പര സ്നേഹം ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമുണ്ടല്ലോ, പേര് വിളിക്കുമോ? ഇല്ല. മുത്തേ, ചക്കരെ, പൊന്നാരെ, മുത്തുമണിയേ അല്ലേ? മുത്തുമണിയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു വെല്ലുമ്മാനെ ഓർമ്മ വരുന്നുണ്ട്. പാവം, അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഏതാ വെല്ലുമ്മാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, നമ്മളങ്ങനെ പേര് പറയുന്ന ആളല്ല, ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും സ്നേഹത്തോടെ വിളിക്കാം. ഇതുപോലെ അള്ളാഹുവിൻ്റെ വ്യത്യസ്ത നാമങ്ങൾ പറയുമ്പോൾ എൻ്റെ റബ്ബ് എന്നുള്ളൊരു വൈകാരികത അവിടെ ഉടലെടുക്കണം. മറ്റത് എന്നെ നരകത്തിലിട്ട് കരിക്കാൻ പോണ യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീമു യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ അല്ലാഹ്. അങ്ങനെയല്ല, ഒരു പേടിയല്ലടോ, ഒരു സ്നേഹം കലർന്ന, പ്രണയം നിറഞ്ഞ, പ്രണയത്തിലധിഷ്ഠിതമായ ഭയം നിറഞ്ഞൊരു വിളി. ആ വിളിയിലായിരിക്കണം നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലേണ്ടത്. വല്ലാത്തൊരു വൈകാരികത അവിടെ ഇങ്ങനെ ഉടലെടുക്കണം. ഒരു പ്രണയം നിറഞ്ഞ മനസ്സുണ്ടാകണം. വല്ലാത്തൊരു കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകണം. എൻ്റെ റബ്ബ് എന്നുള്ളൊരു ബോധ്യത്തിൽ, എൻ്റെ ഉമ്മ എന്ന് പറയുന്നതിലേറെ വൈകാരികത പടച്ചവനായിട്ട് കണക്റ്റ് ആവണം അല്ലേ? അങ്ങനെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതം നിറഞ്ഞൊരു നാമുണ്ട്, യാ ദൽ ജലാലി വൽ ഇക്റാം. മാന്യനും പ്രതാപശാലിയുമായ അള്ളാഹ്, അവൻ്റെ പ്രതാപത്തെ എടുത്തുയർത്തുന്ന അത്ഭുതം നിറഞ്ഞ ഇസ്മ്. സുബ്ഹാനല്ലാഹ്. നമ്മളിത് ദിവസം ഹദ്ദാദ് റാത്തീബിൽ പതിവാക്കുന്നുണ്ട് അല്ലേ? ഹദ്ദാദ് ഓതുന്നവരൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ? 7 തവണ അവർ ചൊല്ലാറുണ്ട്. എന്താണ്? യാദൽ ജലാലി വൽ ഇക്റാം അമിച്ചന അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം, മാന്യനും പ്രതാപശാലിയുമായ പടച്ചോനെ ഞങ്ങളെ ഇസ്ലാമിലായി മരിപ്പിക്കണേ അല്ലാഹ് എന്നാണ് ആ ദുആൻ്റെ അർത്ഥം. അത് 7 തവണ ചൊല്ല പോരാ. ഹദ്ദാദിൽ 7 തവണ ഓക്കെ, പക്ഷേ ആ ഇസ്മ് അത് പോരാ. ഒരു 100 തവണയെങ്കിലും ഡെയിലി ചൊല്ലണം. ഒരു 100 തവണയെങ്കിലും ഇൻഷാ അല്ലാഹ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബിന് മുൻപ് ഒരു 33 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ സങ്കടം ഏതാണോ, അള്ളാഹു ആ സങ്കടം മാറ്റിത്തരും, ആഗ്രഹം നടപ്പാക്കി തരും. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സ്വാലിഹീങ്ങൾ വലിയ ദറജയിലേക്ക് എത്തിയത് ഈ ഇസ്മ നിമിത്തമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക യാ റബ്ബ്. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സിൽ നടന്ന സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ബൽഖീസ് അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു വരികയാണ്. അപ്പോൾ സുലൈമാൻ നബി ചോദിക്കുന്നുണ്ട്, ആരാണ് അയ്യുക്കും യഅ്തീനി ബിഅർശിഹ, ആരാണ് ബൽഖീസിൻ്റെ സിംഹാസനം ഇവിടെ കൊണ്ടുവരിക? അപ്പോൾ മല്ലനായ ജിന്നെണീറ്റ് ഇഫ്രീത്ത് എണീറ്റിട്ട് പറയുന്നുണ്ട്, അന ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. അങ്ങ് ഈ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സഭ പിരിയണതിന് മുമ്പേ അങ്ങ് കൊണ്ടുവരാം. രാവിലെ സഭ കൂടിയാൽ ഉച്ചക്ക് പിരിയും, അതിനു മുമ്പേ അങ്ങ് കൊണ്ടുവരാം. തൃപ്തിയായില്ല. വീണ്ടും നോക്കുമ്പോൾ അന ആതിക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. ഒരു മഹാനായ മനുഷ്യൻ എണീറ്റു. അദ്ദേഹത്തിൻ്റെ പേര് ആസഫ് ബിൻ ബർഖയ അല്ലെങ്കിൽ ബർഖിയ എന്നൊക്കെയാണ്. ആസഫ് ബിൻ ബർഖയ എണീറ്റിട്ട് പറഞ്ഞു, അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഇതാണ് ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറയേണ്ടത്. ഈ കറാമത്ത് നിഷേധിക്കുന്ന ഒരു ഖുർആൻ നിഷേധിക്കുന്നവരാ. അള്ളാഹ് പിന്നെ എന്തിനാന്നൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ഇവർ അള്ളാഹിനെ മനസ്സിലാക്കിയതൊരു ലോക്കൽ മനുഷ്യനായിട്ടാണ്. അള്ളാഹിനെ ഇവർക്ക് അറിയില്ലല്ലോ. അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് പടച്ചവൻ എല്ലാം കൊടുത്തതല്ലേ? അവൻ്റെ ഔലിയാക്കളല്ലേ? അള്ളാഹിൻ്റെ വലിയല്ലേ? പാസബുന വർഹിയക്ക് സുലൈമാൻ നബി അനുവാദം കൊടുക്കുമ്പോൾ കണ്ണിങ്ങനെ അടച്ചു തുറക്കാൻ എത്ര ടൈം വേണം? ഇല്ലേ, ഒരു മില്ലി സെക്കൻഡ് വേണോ?
ഒന്ന് കണ്ണടച്ച് തുറക്കുക, മൈക്രോ സെക്കൻഡ് വേണോ, അതിനകത്ത് സിംഹാസനം മുമ്പിൽ വന്നു. സുബ്ഹാനല്ലാഹ്. അത് വന്നപ്പോഴേക്ക് സുലൈമാൻ നബി പറഞ്ഞ എന്താ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ഇരിക്കട്ടെ, ആസഫ് ഇബ്നു ബർഹിയ എന്ന വലിയ ആ സിംഹാസനം കൊണ്ടുവന്നത് ഒരു ഇസ്മ അദ്ദേഹം വല്ലാതെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്, അത് ധാരാളമായി ചൊല്ലുന്നത് കൊണ്ടാണ്, ആ ഇസ്മിൻ്റെ ഫലം അദ്ദേഹം അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഏതായിരുന്നു ആ ഇസ്മ? യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം. അന്തസ്സും മഹത്വവുമുള്ള മാന്യനായ റബ്ബേ, ഈ ഇസ്മ ധാരാളം പതിവാക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു അന്തസ്സും മഹത്വവും തരും. നിങ്ങൾ നാണം കെടൂല, കടക്കണിയിൽപ്പെട്ട് നാണം കെടൂല, മക്കളെതിരായി നിങ്ങൾ നാണം കെടൂല, മക്കൾ നിമിത്തം നിങ്ങൾ നാണം കെടൂല, ഭാര്യ നിമിത്തം, ഭർത്താവ് നിമിത്തം, കുടുംബക്കാർ നിമിത്തം, ജോലിസ്ഥലത്ത് നിങ്ങൾ നാണം കെടൂല. കാരണം മാന്യനും പ്രതാപശാലിയുമായ പടച്ചോനെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചോൻ മാന്യതയും പ്രതാപവും നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പറയുന്നുണ്ട്, സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇസ്മിങ്ങനെ പതിവാക്കിയാൽ അവനെ കാണുന്നവർക്കെല്ലാം പടച്ചോൻ അവരുടെ മനസ്സിൽ അവനോടൊരു സ്നേഹവും ആദരവും ഇട്ട് കൊടുക്കും. വല്ലാത്തൊരു ആദരവ്. അമ്മായിയമ്മ നിങ്ങൾ ആദരിക്കണമെന്ന് മരുമക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാദൽ ജലാലി വലിക്കൽ, ഇത് വെറുതെ എങ്ങനെ നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല. എൻ്റെ റബ്ബ് മാന്യനാണ്, അവൻ മാത്രമേ മാന്യനുള്ളൂ, പ്രതാപശാലിയും അവനേ ഉള്ളൂ. എനിക്ക് മാന്യതയും പ്രതാപവും തരാൻ എൻ്റെ പഠിപ്പോ എൻ്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എൻ്റെ ജോലിയോ അതൊന്നും ഒരു ഡസൻ മാറ്റർ, അതൊന്നൊരു വിഷയമല്ല. എൻ്റെ ജോലിയല്ല എനിക്ക് പ്രതാപം തരുന്നത്, എനിക്ക് മാന്യത ഉണ്ടാക്കി തരുന്നത് എൻ്റെ പഠിപ്പൊന്നുമല്ല. കുറേ മെമ്മക്കളിപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അല്ലടോ നിനക്ക് അന്തസ്സ് ഉണ്ടാകണമെങ്കിൽ ജോലി വേണം, പഠിപ്പ് വേണം, അതൊക്കെ ഒരു സൈഡാണ്. നിനക്ക് അന്തസ്സ് വേണോ, നിനക്ക് പ്രതാപം വേണോ, അല്ല തരണം. ആ അന്തസ്സും പ്രതാപവും ഉള്ളവൻ പടച്ചോ മാത്രമാണ്, അവൻ എനിക്ക് തരും, ഞാൻ അവൻ്റെ അടിമയാണെന്നുള്ള ബോധ്യത്തിൽ ചൊല്ലിക്കോ. അമ്മായിയമ്മ നിങ്ങളെ പുന്നാരിച്ചു വരും. ഭയങ്കര അടിപൊളിയാണ് ലൈഫ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി നിങ്ങളുടെ മനസ്സിൽ നടക്കാത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. 700 തവണ ഈ ഇസ്മ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ അള്ളാഹിനോട് ഇതായിരുന്നു. 700 തവണ ഈ ഇസ്മ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ അള്ളാഹിനോട് ഇതായിരുന്നു. ഒരു 11 തവണ ചൊല്ലിക്ക് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, يا ذا الجلال والإكرام، 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 يا ذا الجلال والإكرام. ഒരു തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരുന്നിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ ദ്വാരക്കാണ്. ആ മനുഷ്യൻ ദ്വാരക്കുമ്പോൾ തന്നെ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് ആദ്യം വിളിച്ചിട്ടാണ് ദ്വാരക്കണേ. അപ്പം തന്നെ നബി തങ്ങൾ പറഞ്ഞു, നിൻ്റെ ദ്വാക്ക് ഉത്തരം കിട്ടി. എവിടെ ദ്വാരന്നിട്ടില്ല, ദ്വാ ചോദിച്ചിട്ടില്ല പടച്ചവനോട്. അതിനു മുമ്പ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് വിളിക്കുമ്പോഴേക്ക്, ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രയാസം 33 തവണ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ഇന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നതിന് മുമ്പ് പടച്ചവൻ ഉത്തരം തരുന്ന ഇസ്മുണ്ടെങ്കിൽ അത് യാദൽ ജലാലി വൽ ഇക്റാമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം ഇത് ഇസ്മുൽ ആഅ്ലമാണ് എന്ന് അഭിപ്രായപ്പെട്ട മഹാരഥന്മാരുണ്ട്. ഇസ്മുൽ ആഅ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മ, അത് ഈ ഇസ്മാണ് എന്ന് ഒരുപാട് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മുത്തുനബി പഠിപ്പിച്ചൊരു ദിക്റും കൂടെ ഉണ്ട്. നിങ്ങളുടെ ലൈഫ് കളറാവുന്ന ഇത് കൂടെ ഉണ്ടെങ്കിൽ, ഈ ബോധ്യത്തിൽ എനിക്ക് അന്തസ്സ് വേണം, അന്തസ്സ് എൻ്റെ പഠിപ്പോ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ ജോലിയോ എൻ്റെ കുടുംബ സ്റ്റാറ്റസോ എൻ്റെ തറവാട്ട് മഹിമയോ ഒന്നും എനിക്ക് നേടിത്തരൂല, അന്തസ്സ് എനിക്ക് റബ്ബ് തരുന്നതാ. ആ ബോധ്യത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾ പതിവാക്കേണ്ട ഒരു ദുആ ഉണ്ട്, മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പടച്ചോനെ നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ, മഹത്വവും ആദരവും ഉടയവനായ നീ. തബാറക്ത അല്ലേ, യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്, നീയാണ് ഇതൊക്കെ തരുന്നവൻ. സലാം നിന്നിൽ നിന്നാണ്, നീയാണൊക്കെ തരുന്നത് അല്ലേ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ഇസ്മിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അല്ലേ. അള്ളാഹിൻ്റെ ഒരു അജയ്യതയും ഗാംഭീര്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഇസ്മാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു അള്ളാഹിനെ സ്നേഹിക്കുന്ന അടിമയുടെ മനസ്സിൽ പടച്ചവനോടുള്ളൊരു സ്നേഹവും ഒരു വിനയവും ഒരു ഭയഭക്തിയും ഒക്കെ കലർന്ന മാനസികമായൊരു അന്തരീക്ഷം അവനിൽ ഉടലെടുക്കും. സുബ്ഹാനല്ലാഹ്. അതിലപ്പുറം എന്താ വേണ്ടത്? അള്ളാഹിനോടുള്ള വിനയം കൂടാൻ യാദൽ ജൽ, അത് ഞാനീ പറഞ്ഞ ബോധ്യത്തിൽ വേണം അല്ലേ. ഇക്റാം എന്ന് പറഞ്ഞാൽ ആദരവ് എന്നാണ്. അള്ളാഹു തൻ്റെ
അടിമകൾക്ക് നൽകുന്ന അതിരറ്റ ആദരവും ബഹുമാനവും. സുബ്ഹാനല്ലാഹ്, ഇത് അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഇസ്മ എന്ന് പറഞ്ഞാൽ. എന്നെ ആദരിക്കുന്നത് എൻ്റെ റബ്ബാൻ അല്ലേ. ആരെന്നെ തഴഞ്ഞാലും, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവോ എൻ്റെ കുടുംബമോ ആരെന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ ആദരിക്കുന്നൊരു റബ്ബെനിക്കുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് പ്രയാസം അനുഭവിക്കുമ്പോഴും ഈ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ ചോദിച്ചാൽ ദ്വാരക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് യാ ദൽ ജലാലി വൽ ഇക്റാം. മനസ്സറിഞ്ഞ് വിളിച്ചിട്ട് ചോദിച്ചാൽ ചോദിക്കുന്നതിന് മുൻപേ അള്ളാഹു ഉത്തരം തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങളൊരു പ്രയാസത്തിൽ പെട്ട് നിൽക്കുകയാണ്, മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ദുആ എന്താ? യാ ദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസു. സുബ്ഹാനല്ലാഹ്. യാ ദൽ ജലാലി വൽ ഇക്റാം, മാന്യനും പ്രതാപശാലിയുമായ പടച്ചോനെ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. എല്ലാം വന്നു, റഹ്മത്തും വന്നു, ദുൽ ജലാലും ഇക്റാമും എല്ലാം അതിൽ വന്നിട്ടുണ്ട്. യാ ദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ്. ഒരു 3 തവണ ചൊല്ലിക്ക്. യാ ദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ്. യാ ദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ്. യാ ദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ദുആ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ കടക്കണിയിൽ പെട്ടു, അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ വഴിയില്ല, അല്ലെങ്കിൽ ജോലി ഇൻ്റർവ്യൂവിന് പോവാണ്, ഏത് വിഷയം ആയിക്കോട്ടെടോ, മക്കൾ വഴികേടില്ല, എന്തും ആയിക്കോട്ടെ, അള്ളാഹ് അവിടെ നിങ്ങൾ പൊക്കിയെടുക്കും. പിന്നെ ഏത് ദുആ ചെയ്യുമ്പോഴും ആദ്യം ഈ ഇസ്മ പറഞ്ഞിട്ട് പിന്നെ ദുആ പറയാം. പടച്ചോനെ, ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നീ എളുപ്പാക്കി തരണേ അല്ലാഹ്. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്മിനോട് വല്ലാതെ സ്നേഹം വെച്ചിരുന്നു. അതുകൊണ്ട് ഇത് ധാരാളം ആവർത്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനോടൊരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാനും പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. പടച്ചോനെ വിളിക്കുമ്പോൾ മനസ്സറിഞ്ഞ് വിളിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് ആളുകൾ ദുആകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു കമൻറ്റ് ഞാനിങ്ങനെ കണ്ടു, ഉസ്താദിൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ദ്വാരക്കണേ എന്നാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിക്കുക, യാ ദൽ ജലാലി വൽ ഇക്റാം, എൻ്റെ പാപങ്ങൾ നീ പുറത്ത് തന്നെ പടച്ചോനെ. യാ ദൽ ജലാലി വൽ ഇക്റാം, എനിക്ക് നല്ലൊരു ജീവിതം തന്നെ പടച്ചോനെ. യാ ദൽ ജലാലി വൽ ഇക്റാം, എൻ്റെ മോളെ നീ കെട്ടിക്കാനുള്ള വഴിയാക്കണേ അല്ലാ. യാ ദൽ ജലാലി വൽ ഇക്റാം, എൻ്റെ പരീക്ഷയിൽ എളുപ്പം തരണേ അല്ലാ. ഏതിനും യാ ദൽ ജലാലി വൽ ഇക്റാം. ഇന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ഇതുണ്ടാകട്ടെ. അപ്പം ഇന്ന് മഗ്‌രിബിന് മുമ്പായി അസറിന് ശേഷം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമല്ലേ, മനസ്സറിഞ്ഞ് നിങ്ങൾ ഇതായിരുന്നു ഒരു 33 തവണ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ മടവൂരി അള്ളാൻ്റെ ആണ്ട് നടത്തണമെന്ന് പറഞ്ഞിരുന്നു, എല്ലാവരോടും ഫാത്തിഹ ഓതാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നടത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അസറായപ്പോഴത്തേക്കേ ഒരു കുടുംബം ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ട് നമ്മളെ സമീപിച്ചിരുന്നു. പടച്ചോനെ, അവരുടെ തമ്മിലുള്ള അടി ഒഴിവാക്കാനിരുന്നിട്ട് മജ്‌ലിസ് പോയിട്ട് മനുഷ്യന് ചായ കുടിക്കാൻ പോലും പറ്റിയിട്ടില്ല. നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മഗ്‌രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, കുറേ കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, പിന്നെയും സമയം ഇങ്ങനെ പോയി രാത്രി ഏതാണ്ട് 1:30 വരെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് അതുങ്ങളൊന്ന് ഒരുമിപ്പിച്ച് വിട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മജ്‌ലിസിനേക്കാൾ പ്രാമുഖ്യം ആ കുടുംബജീവിതത്തിനാണെന്ന് തോന്നിയത് കൊണ്ട്, ആ സമയത്ത് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ആ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം. നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച രാവ് മടവൂർ വലി അള്ളാഹിയുടെ ആണ്ട് നേർച്ച നടത്തണം. കഴിയുന്നവരൊക്കെ ധാരാളം ഫാത്തിഹ ഓത്, അല്ലാത്തവരൊക്കെ ദിക്റുകൾ ചൊല്ലുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പിന്നെ റമദാനിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് 33,333 രൂപ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ? 11,000 രൂപ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ അഡ്മിൻസ് ഒന്ന് വേഗം നോക്കിയേ. മാഷാ അല്ലാ, ഈ പേര് എപ്പോഴും കണ്ട് പരിചയമുള്ള നാമാണ് അല്ലേ? സഫ്വാൻ 1372. മാഷാ അല്ലാ, ആദ്യത്തെ ആൾ തന്നെ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എപ്പോഴും കമൻറ്റുകൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കട്ടെ. രണ്ടാമത്തെ ആളാരാണ് മക്കളെ? മുഹമ്മദ് സിനാൻ. അൽഹംദുലില്ലാ, കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകട്ടെ. മൂന്നാമത്തേത് സയ്യിദാമേ ആയിക്കോട്ടെ, എന്തായാലും സയ്യിദാമ ക്യൂ. അപ്പോൾ ഏതായാലും കൺഗ്രാജുലേഷൻ, അള്ളാഹു ഹൈറും ബറക്കത്ത് നൽകുമാറാകട്ടെ. ബാക്കിയുള്ളവരൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ. ഇൻഷാ നമ്മൾ അടുത്ത സംഗതി വന്നിട്ടുണ്ടല്ലോ. ഇന്നത്തെ ചോദ്യം, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ ആരൊക്കെയാണ്? 5 പേരുണ്ടല്ലേ? കമൻറ്റ് ചെയ്യുക. 1000 രൂപ ഈ ആഴ്ച നമ്മൾ സമ്മാനം നൽകും. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഈ സമ്മാനം കിട്ടിയ ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ 313 നമ്പറല്ല അല്ലേ, അതല്ലാത്ത മറ്റേ നമ്പറിലേക്ക്, നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എന്തിൻ്റെ
നിങ്ങളുടെ ID-യുടെ ഏതെങ്കിലും ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുള്ള ID-യുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളതിലേക്ക് അയച്ചു തരാം. നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറോ അയക്കാം. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ സമ്മാനം വന്നെത്തുന്നതായിരിക്കും. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഇതല്ലേ വഴിയുള്ളൂ. കഴിയുന്നവരൊക്കെ ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപ വെച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഇടുക. ആ പാവപ്പെട്ട 2 കുടുംബം നമ്മൾ ഏറ്റെടുത്തതാണ്. അവരൊക്കെ നമുക്ക് സഹായിക്കണം അല്ലേ? കഴിയുന്നവരൊക്കെ വെള്ളിയാഴ്ചയുടെ പോരിശ കിട്ടണം എന്നുള്ള നെയ്യത്തിലൊരു 313 രൂപ ഹദിയ ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുനിമിത്തം നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല, നീ ഹായിബാക്കല്ലേ അല്ല. പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല. ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുന്നവരാണ്. ഉന്നത വിജയം നൽകണേ അല്ല, നിന്നോടുള്ള മഹബത്ത് നൽകണേ അല്ല. കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ല. അസുഖബാധിതരുണ്ട്, ശിഫ നൽകണേ അല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല. പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ല. യാദൽ ജലാലി വല്ലിക്കറാം, യാദൽ ജലാലി വല്ലിക്കറാം, യാദൽ ജലാലി വല്ലിക്കറാം. ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ നീ അകറ്റണയല്ല. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഉള്ള മക്കളെ നീ നന്നാക്കണയല്ല. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണയല്ല. കരുണക്കടലായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും മുത്തുനബിയോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.